കേരളത്തിൽ ഭൂമി അളന്ന് അതിര് തിരിക്കാൻ ചെന്നവരെ CPM DYFI പ്രവർത്തകർ ആക്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്തതായി പരാതി. പോലീസിന്റെ മുൻപിൽ വെച്ചായിരുന്നു അതിക്രമങ്ങൾ. ഗോകുലം എഫ്സിക്ക് വേണ്ടി 2010 ഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനി 2.5 ഏക്കർ സ്ഥലം വടക്കഞ്ചേരി ആയക്കാട് വാങ്ങിച്ചത്. കോടതി ഉത്തരവ് പ്രകാരം സ്ഥലത്ത് ചെന്ന് തന്നെയും ജീവനക്കാരെയും അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തവർക്കെതിരെ പരാതി നൽകിയെങ്കിലും പോലീസ് FIR രജിസ്റ്റർ പോലും ചെയ്തിട്ടില്ലെന്നും ഗോകുലം ഗ്രൂപ്പ് AD വിദ്യാ സംഗീത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2010 ഗോകുലം ഗ്രൂപ്പ് ഭൂമി വാങ്ങിയതിനു ശേഷവും മുമ്പും പരാതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭൂമി തട്ടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് CPM പ്രവർത്തിച്ചത്. ഭൂമി തട്ടിയെടുക്കാൻ ഭൂമിക്ക് 1 കിലോമീറ്റർ അകലെ കിടക്കുന്ന വിദ്യാലയത്തെ കൂട്ടുപിടിച്ചെങ്കിലും വിജയിച്ചില്ല. പിന്നീട് CPM ഭാരവാഹികളും അനുഭാവികളും സ്വകാര്യ അന്യായങ്ങൾ ഫയൽ ചെയ്തെങ്കിലും ഭൂമിയുടെ പരിപൂർണ അവകാശം ഗോകുലം ഗ്രൂപ്പിനാണെന്ന് കോടതി വിധി. കാലങ്ങളായി കരമടച്ച ഗോകുലം ഗ്രൂപ്പ് കൈവശം വെച്ച് വരുന്ന ഭൂമി തട്ടിയെടുക്കാനുള്ള ശ്രമത്തിന് പോലീസും കൂട്ടുനിൽക്കുകയാണ്. പോലീസ് സംരക്ഷണയിലാണ് സ്ഥലത്തേക്ക് ചെന്നിട്ടും പോലീസുകാർക്ക് മുമ്പിൽ വെച്ച് തന്നെ ആക്രമിക്കപ്പെട്ടത് നിയമവാഴ്ച ഇല്ലാതായതിന്റെ തെളിവാണ്. വനിതാ പോലീസുകാരുണ്ടായിട്ടും തനിക്കു നേരെ ആക്രമണവും അസഭ്യവർഷവും ഉണ്ടായി. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കില്ലാത്ത താല്പര്യം CPMന് മാത്രമുണ്ടായത് ഭൂമി തട്ടിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. CPM ഗുണ്ടായിസമാണ് ആയക്കാട് നടന്നത്. നാടിനും സമൂഹത്തിനും ഗുണകരമാവുന്ന ഫുട്ബോൾ ക്ലബിനെതിരെ CPM തിരിയുന്നതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ട്. കോടതി വിധി നടപ്പിലാക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ അതിന് തയ്യാറായില്ലെങ്കിലും താൻ കൊടുത്ത പരാതിയിൽ നടപടിയെടുത്തില്ലെങ്കിലും വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ഗോകുലം ഗ്രൂപ്പ് കേരള റീജിയണൽ ലീഗൽ ഹെഡ് അഡ്വക്കേറ്റ് വിദ്യാ സംഗീത് പറഞ്ഞു. ഗൂഗിൾ മാപ്പ് ഞാൻ ആ ലൊക്കേഷനിൽ നിന്നിട്ടില്ല, നിങ്ങൾക്ക് അറിയാം. ആയക്കാട് സ്കൂളിനെ വിട്ടിട്ട് 1 കിലോമീറ്റർ. എങ്ങനെയാണ് സ്കൂളിലെ കുട്ടികൾ ഇവിടേക്ക് കളിക്കാൻ പോവാ? വണ്ടി വിളിച്ചു കൊണ്ടുപോവോ? സ്കൂളിന്റെ എല്ലാ പ്രോപ്പർട്ടി, ഞങ്ങൾ ഈ പ്രോപ്പർട്ടി 2010 കമ്പനിക്ക് വേണ്ടി ചെയർമാന്റെ പേരിൽ വാങ്ങിച്ചിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അല്ലല്ല, അന്ന് ഈ ഫാമിലി, അതായത് കൃഷ്ണമണി തുറേസ്വാമി, ഒരു കുടുംബ സ്വത്തായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ആ സ്കൂളായിരുന്നത്. സ്കൂള് പിന്നീട് അവർ വിറ്റു. ബാലൻ എന്ന് പറഞ്ഞ ആൾക്ക് വിറ്റു. അവർ പിന്നീട് മൂസയ്ക്ക് വിറ്റു. അവര് കാരുണ്യ എഡ്യൂക്കേഷൻ സൊസൈറ്റി, അവരാണ് ഇപ്പൊ പ്രചോദന സൊസൈറ്റിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്. ഇതിലൊന്നും സ്കൂള് വിട്ടിട്ടില്ല. സ്കൂള് നിൽക്കുന്ന പ്രോപ്പർട്ടി 1 കിലോമീറ്റർ ദൂരെയാണ്. ഞങ്ങളുടെ പ്രോപ്പർട്ടി നിൽക്കുന്നത് 172/2 എന്ന് പറഞ്ഞാൽ റീസർവേല. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവരെങ്ങനെയാണ് ഇവിടേക്ക് കുട്ടികളെ കളിക്കാൻ കൊണ്ടുവരിക? അപ്പൊ നിയമപ്രകാരം ഒരു സ്കൂളിന് മതിയായ ഗ്രൗണ്ട്, അതിന് അഡ്ജസ്റ്റന്റ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ഒരു സ്ഥലം വേണം. ഇത് ഇവരുടെ അല്ല, ഇത് CPMന്റെ ലാൻഡ് ഗ്രാബിംഗ് ആണ്. അതായത് ഇവർക്ക് ഈ ഭൂമി കൈയടക്കി വെച്ച് അവരുടെ ഇഷ്ടത്തിന്. എന്തുകൊണ്ടാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ ഇടപെടാത്തത്? ഇവിടെ UDF അല്ലെങ്കിൽ BJP ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും താല്പര്യമില്ല ഇതില്. അപ്പൊ ഇവർക്ക് മാത്രമാണ് താല്പര്യമുള്ളത്. കമ്പനി ഭൂമി തട്ടിയെടുത്ത് ഇവർക്ക് ചൂടുവിലയ്ക്ക് വിറ്റ് അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ കളിക്കുന്നത്. അതിന് സ്കൂളിനെ കൂട്ടുപിടിച്ചിരിക്കുക. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.